വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. സത്യത്തിൽ ഓണം വന്നാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണോ? അതൊരു സങ്കല്പം മാത്രമല്ലേ? ആ സമത്വ സുന്ദരം ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയാണ് പൊളിമിക്സ്. പൊളിമിക്സിൻ്റെ ഗവേഷണം ആരംഭിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്നാണ്. വിശ്വചാരുത പൂർണ്ണമാക്കിയ സർഗശക്തി പ്രഭാവമേ, സനാതന ധന്യരശ്മികൾ ഞങ്ങളിൽ ചൊരിയണമേ. സെക്രട്ടേറിയറ്റിലെ ഓരോ ജീവനക്കാരനും മറ്റ് ജീവനക്കാരെക്കാളും വ്യത്യസ്തരാണ്. അവർ വിദ്യാസമ്പന്നരാണ്, സംസ്കാര സമ്പന്നരാണ്, സാംസ്കാരിക തനിമ അവരിൽ അടങ്ങിയിരിക്കുന്നു. കേവലം 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ പരിപാടി നമ്മുടെ ഓഫീസ് ഇൻ്റർവെല്ലിന് മുമ്പോ അതിന് ശേഷമോ വന്നാലും നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഒരു കോട്ടം സംഭവിക്കത്തില്ലെന്നും നമ്മൾ ചെയ്യേണ്ട ജോലി ആരുടെയും നിർദ്ദേശവും ഉപദേശവും കൂടാതെ തന്നെ നമ്മൾ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കിടക്കുകയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം എന്നതുകൊണ്ട് ഈ സാർ ഉദ്ദേശിച്ചത് അവരുടെ യൂണിയൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന് വന്നവർക്ക് സ്വാഗതം പറയുന്ന കൃത്യനിർവഹണം എന്നതാണ്. ആ ഓണാഘോഷത്തിലേക്ക് പിന്നെ വരാം. അതിനു മുൻപ് കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു അത്തപ്പൂക്കളം ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനനുസരിച്ച് പ്രവൃത്തി സമയങ്ങളിൽ ആഘോഷങ്ങൾ നിർത്തി പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുകയും അവധി വരുന്ന സമയങ്ങളിലും വിശ്രമവേളകളിലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ രീതി ഇനിയും തുടരുക. തീർച്ചയായും ഇത് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതാണ്. ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സർക്കാർ ജീവനക്കാരെയും ഗവൺമെൻറ് ഉത്തരവാണ് ശരി, ആ ശരി ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചതിന് നിങ്ങളുടെ സംഘടനാ നേതാക്കളെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഓണാഘോഷം നമ്മളെല്ലാവരും നടത്തുന്ന കാര്യമാണ്, അത് നടത്തേണ്ടതുമാണ്. ഓണത്തിന് പൂവിടൽ എല്ലാവരും നടത്താറുണ്ട്, അതും നല്ലതാണ്. ഇതിനൊന്നും എനിക്ക് തർക്കമില്ല, അത് അക്കാര്യത്തെ ഒന്നും ഞാൻ എതിർത്തിട്ടില്ല. നിങ്ങൾക്കെല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ ബക്രീദ് ഓണ ആശംസകൾ നേർന്നു. ഇക്കണ്ട പൂക്കളവും ആഘോഷവും ഉള്ളവരുടെ ഓണമാണ് കേട്ടോ. ഭരണമുള്ളവരുടെ ഓണം. നമ്മൾ തുടങ്ങിയപ്പോൾ കണ്ടത് ഇല്ലാത്തവരുടെ ഓണമാണ്, ഭരണമില്ലാത്തവരുടെ ഓണം. സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിട്ടും ഭരണമില്ലാതിരിക്കുക എന്നാൽ മഹാകഷ്ടമാണ്. അത് ശരിക്കറിയണമെങ്കിൽ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയ ദിവസം ഒന്ന് ഓർത്തു വെക്കണം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമായ ചേരിതിരിവുകളുണ്ട്, ഒക്കെ അറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു പരാതി പോലുമില്ല. അതിനൊക്കെ അതീതമായിട്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സഹകരണം കിട്ടി. ഭാവിയിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അത്
ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ വിവിധ തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മുടെ പരിഗണനയിൽ വരുന്ന ഒരു കാര്യം അവഗണിക്കൽ എല്ലാം ചെയ്തു കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. പരിഗണിച്ച് അർഹിക്കുന്നത് നൽകുന്ന ഒരു സമീപനം, അത് ഈ ഭരണ സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെയും ശക്തിപ്പെടുത്തും. അപ്പം ആ ഒരു വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടും ആശ്വസിച്ചുകൊണ്ടും ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയതോടെ സെക്രട്ടേറിയറ്റിലെ പാതി ജീവനക്കാർ അനാഥരായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരാണ് ഇപ്പോൾ ഇല്ലാത്തവരായി സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞുകൂടുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരം വന്നയാൾ കർക്കശക്കാരനാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു ദുഷ്പേര് ഇതിനകം സെക്രട്ടേറിയറ്റ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ കസേരയിലുണ്ടാകുന്ന ജീവനക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ് എന്നതാണ്. ഇതൊരു പൊതു പ്രതീതിയാണ്. ആ പ്രതീതിക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയണം. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തുകയും ഓഫീസ് സമയത്ത് അവരവരുടെ ചുമതല ഇരുന്നു കൊണ്ട് നിർവഹിക്കുകയും വേണം. അവരവരുടെ ചുമതല ഇരുന്നു കൊണ്ട് നിറവേറ്റണമെന്ന് പറയാൻ കാര്യമുണ്ട്, അങ്ങനെയല്ലാത്തവരുമുണ്ട്. ചിലർ നല്ല കലാവാസനയുള്ളവരായിരിക്കും, സാഹിത്യവാസനയുള്ളവരായിരിക്കും. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സാഹിത്യവാസന നല്ലതുപോലെ പരിപോഷിപ്പിക്കാൻ ആനുകാലികങ്ങളൊക്കെ വായിക്കുക എന്നതും നാം സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് നമുക്ക് വേറെ സമയമുണ്ടല്ലോ, ആ സമയത്തായിരിക്കണം നമ്മൾ അതിനുവേണ്ടി ചെലവിടുന്നത്. ഇങ്ങനെയാണ് പുതിയ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ ഭരണമില്ലാത്ത മനുഷ്യർ ഓണം വന്നപ്പോൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ജോലി ആരുടെയും നിർദ്ദേശവും ഉപദേശവും കൂടാതെ തന്നെ നമ്മൾ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ രണ്ടു കൂട്ടം മനുഷ്യർ, ഭരണമുള്ളവരും ഇല്ലാത്തവരും, സെക്രട്ടേറിയറ്റിൽ പോലും ഉണ്ട് എന്നെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഇല്ലാത്തവരോടൊപ്പം ഓണം ആഘോഷിക്കാം. അങ്ങനെ ഭരണമില്ലാത്തവരും അനാഥരുമായ ജീവനക്കാർ അവരുടെ സ്വന്തം നിലയ്ക്ക് ഓണം ആഘോഷിക്കുകയാണ്. 4350 വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയിലെ ജീവനക്കാരിൽ 2000-ന് മേലിൽ ആൾക്കാർക്ക് ട്രാൻസ്ഫർ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞു. പലരും നമുക്കറിയാം, പലരും വിദൂരങ്ങളിലിരുന്ന പലരെയും, ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇരിക്കുന്ന പലരെയും തിരിച്ച് വിളിച്ചിട്ട്, ആ നാട്ടിലുള്ളവരെ തിരിച്ച് വിളിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആളെ അയക്കുക. നമ്മുടെ ആൾക്കാരെ, നമ്മുടെ പ്രവർത്തകരെ, സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ ശിഥിലമാക്കുവാനും ദുർബലമാക്കുവാനും വേണ്ടി കരുതിക്കൂട്ടി ഈ ഭരണ നേതൃത്വത്തിൻ്റെ സഹായത്തോടുകൂടി സെക്രട്ടേറിയറ്റിൽ അരങ്ങേറുന്ന ട്രാൻസ്ഫർ മാമാങ്കമാണത്. അങ്ങനെ ഒരു മാമാങ്കത്തിനിടയിലാണ് അവർ ഈ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ മുച്ചൂടും ആക്ഷേപിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ആക്ഷേപത്തിന് കുറവൊന്നുമില്ല. ആക്ഷേപിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ജോലി ചെയ്യാത്തവരാണ്, ഉളപ്പന്മാരാണ്, ഫയൽ തട്ടിക്കളിക്കുന്നവരാണ്, രാവിലെ താമസിച്ചവർ ഉച്ചയ്ക്ക് നേരത്തെ പോകും എന്ന് വേണ്ട എല്ലാമുണ്ട്. പക്ഷേ എന്നിരുന്നാലും മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, നമ്മളാരും അഴിമതിക്കാരല്ല, നമ്മളൊക്കെ അഴിമതിയില്ലാത്ത അഴിമതിരഹിതമായ സർവീസാണ്. അത് ശരിയാണ്, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ കുറിച്ച് മറ്റ് പല മേഖലയിലും കേൾക്കുന്ന തരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം വൻതോതിൽ ഉയർന്നു കേൾക്കാറില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അഴിമതി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ദുഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെപ്പറ്റി പുറത്തുള്ളവർ പറയുന്ന ആക്ഷേപമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, എനിക്കുള്ളൊരാക്ഷേപമല്ല. എന്നാൽ പുറത്തുള്ളൊരാക്ഷേപം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രാവിലെ വന്ന് അവിടെ കസേലയിൽ ഇരുന്ന് പിന്നെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരു അടുത്ത ഊണിൻ്റെ സമയമായി. പിന്നെ ഊണ് കഴിക്കാൻ പോയി.
പിന്നെ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അടുത്ത ട്രെയിനിൻ്റെ സമയമായി, നേരത്തെ തന്നെ പോയി. ഇങ്ങനൊരു ആക്ഷേപം നിങ്ങളെ പറ്റിയിരുന്നു. എല്ലാം വസ്തുതാപരമായിരിക്കില്ല, ചിലത് അതിശയോക്തിപരമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് നമ്മൾക്ക് കാണാൻ പറ്റണം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്വയം നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത് 3 മാസം മുൻപ് പറഞ്ഞതാണ്. ഇപ്പോൾ ഓണക്കാലം വന്നപ്പോൾ കാലോചിതമായി ഓർമ്മയൊന്ന് പുതുക്കിയിട്ടുണ്ട്. പൂക്കളം നമ്മൾ ഇടുന്നത് നല്ലതാണ്. ഓണത്തിന് എല്ലാവരും പൂക്കളം ഇടാറുണ്ട്. പക്ഷെ ഓഫീസ് സമയത്ത് എല്ലാവരും കൂടി വട്ടോട്ട് പൂക്കളം ഇടാൻ നിൽക്കരുത്. ഓഫീസ് സമയം ഒഴിവാക്കിയിടാം, അതിടാമല്ലോ സാധാരണഗതിയിൽ. പൂക്കളോട് താല്പര്യമുള്ളവർ ഇപ്പോൾ 10 മണിക്ക് ഓഫീസ് തുടങ്ങുന്നവർ 9 മണിക്ക് വന്ന് 1 മണിക്കൂർ കൊണ്ട് പൂക്കളം ഇടുന്നതിന് എന്താ പ്രശ്നം? അതിടാമല്ലോ. ഇങ്ങനെയുള്ള കർക്കശമായ നിബന്ധനകൾക്കകത്ത് നിന്നുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ ഇല്ലാത്തവർ ഓണം ആഘോഷിക്കുന്നത്. ഓഫീസ് സമയങ്ങളിൽ മുഖ്യമന്ത്രി എത്രയോ സർവീസ് സംഘടനകളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് എന്തെല്ലാം പറയുന്നു. അതുപോലെ തന്നെ ഓരോ ഫയലുകളും ജീവനാണ്. പാവം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്കിലും തോന്നിയത് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ തോന്നിയതല്ല കേട്ടോ, ഭരണത്തിൽ വന്നപ്പോൾ തോന്നിയതാണ്. ഒരു വ്രതം പോലെ നമ്മൾ പാലിക്കേണ്ട കാര്യം നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കാനാവണം എന്നുള്ളതാണ്. അതായത് നിശ്ചിത സമയത്തിന് മേലെ ഒരു ഫയലും തൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവില്ല എന്ന ഒരു നിലപാടിലേക്ക് ഓരോ ആളും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ തോന്നാത്തൊരു കാര്യം ഇപ്പോൾ ഒരു 3-4 മാസമായി കഴിയുമ്പോഴത്തേന് 8-10 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പല കാര്യങ്ങൾക്കും വിളിച്ചു കൊണ്ടുപോകുമ്പോഴും സെക്രട്ടേറിയറ്റ് തടയാൻ ശ്രമിക്കുമ്പോഴും സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരെ കയറാതിരിക്കാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ ഇവിടെ മൊത്തം ഉപരോധിക്കുന്ന കാലഘട്ടത്തിലൊന്നും തോന്നാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് ഇപ്പം തോന്നിയതിൽ എന്തായാലും അപ്പോഴെങ്കിലും ഫയലൊക്കെ ജീവിതമാണെന്നൊക്കെ തോന്നിയതിൽ വളരെ ഇപ്പം നമുക്ക് സന്തോഷിക്കാം. ഉള്ളത് പറയണമല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയുടെ ബലത്തിലാണ് സെക്രട്ടേറിയറ്റിലെ ഈ കോൺഗ്രസ് സന്തോഷം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനോടൊപ്പം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഞാനും പ്രതിപക്ഷവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്നിട്ട് ഒരു വെല്ലുവിളിയും, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വെല്ലുവിളി. മികച്ച ഭരണാധികാരികൾ കീഴുദ്യോഗസ്ഥരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയുമല്ല വേണ്ടത്, പ്രവൃത്തികളിലൂടെ അവർക്ക് മാതൃകയായി മാറുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി എത്രയോ തവണ സ്വന്തം പ്രവൃത്തിയിലൂടെ മാതൃക കാണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കാണാഞ്ഞിട്ടാവും. ഏറ്റവും ഒടുവിൽ കാണിച്ച മാതൃക ഇതാ. നിങ്ങളാ പറയണ്ടേ, വരാൻ ബാക്കിയിട്ടോ കഴിഞ്ഞു. ശരി. ഇപ്പൊ നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ ഫുൾ പ്ലാനിംഗ് ബോർഡിന്റെ യോഗമാണ് ഇന്ന് ചേർന്നത്. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം. ഇതാണ്, മറ്റുള്ളവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയില്ല, അവരവരെ സൗകര്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കൂ. അപ്പോൾ മറ്റേയാളെ ഇടിക്കുക, എന്തൊക്കെ സാധനം ഉണ്ടെങ്കിൽ തട്ടി വീഴ്ത്തുക, ഇതൊക്കെ ഒരു സ്വഭാവമായി വന്നിരിക്കുക. ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫുൾ പ്ലാനിംഗ് ബോർഡിൻ്റെ യോഗമാണ് ഇവിടെ ചേർന്നത്. ഇത് ആദ്യ യോഗമാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ. ആ യോഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ മാതൃക കാണിച്ചത്. ഇതൊരു നല്ല മാതൃകയല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പുള്ളൊരു മാതൃക കാണിക്കാം. ഇങ്ങനെ നല്ല നല്ല മാതൃകകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അപലപിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ അപ്പോൾ കാണാം. വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, ഇക്കുറി ഓണത്തിന് ഇരട്ടി മധുരമാണ്.
കാരണം ഓണത്തോടൊപ്പം തന്നെയാണ് BJPയുടെ ദേശീയ കൗൺസിൽ യോഗവും കോഴിക്കോട്ടേക്ക് വന്നത്. അതിനാൽ പലവിധം കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വിവർത്തന കളി കാണാം ഇനി. പരിപാടിപ്പെടുത്താനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ मंडल की बैठकें होती है, यहाँ पे मंडल मीटिंग्स आल्सो टाइम टू टाइम, डिस्ट्रिक्ट कमेटी मीटिंग्स भी हमारी होती हैं, नेशनल एग्जीक्यूटिव मीटिंग के भी होती हैं, लेकिन यह तो राष्ट्रीय परिषद होने जा रहे नेशनल काउंसिल, जैसे ओलंपिक की तैयारी के लिए लोग 4 साल 5 साल से पहले से लग जाते हैं, यह राजनीतिक दलों का एक तरीके से भारतीय जनता पार्टी का ओलंपिक बैठक होने वाला है. यह राष्ट्रीय Randir Marada is Samrana de la Tishu Paita. You are able to understand or he has to translate? Translate from ഇതേവരെ കഴിഞ്ഞതിൻ്റെ മലയാളം വളരെ ലളിതമാണ്. വിവർത്തനത്തിൻ്റെ ആവശ്യമില്ലെന്ന് പ്രാസംഗികനും കേൾവിക്കാരും വിവർത്തകനെ അറിയിച്ചു. അത്ര തന്നെ. तो मैं तो सोच रहा था कि यू पीपल विल वेलकम द नेशनल काउंसिल मेंबर, उस दिन जब आएंगे तो उनका स्वागत और अभिनंदन करेंगे, लेकिन आज मैं मंच से अपने केरल के कार्यकर्ता जो काम करने वाले हैं उनका मैं हाथ जोड़कर अभिनंदन करता हूं. अभी बताइए तो बिल्कुल दिस काइंड ऑफ वर्क एट दैट टाइम द बीजेपी लीडर and जनसंघ leader who are working, they knew that we are not going to win the MP MLA contest. At that time they were knowing, still they were working, and because of their sacrifice, because of their hard work, because of their dedication, they are the Bharatiya Janata Party is the world #1 party. Credit goes to 100%. പാവം സുരേന്ദ്രൻ. പണ്ട് മോദിജി വിവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അത് അത്രയങ്ങ് നന്നായില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇന്ന് കാര്യമായി പഠിച്ചു വന്നപ്പോൾ വിവർത്തനത്തിൻ്റെ ആവശ്യമേ വന്നില്ല. രാഷ്ട്രീയത്തിലും അങ്ങനെയാണ് ദാസ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇനി റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾക്ക് സ്വീകരണം കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, ജയരാജേട്ടനാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ. ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള 3 കായിക താരങ്ങൾക്ക് വെള്ളിയും വെങ്കലവും നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം ജിംനാസ്റ്റിക്കിൽ ദീപ കർക്കർക്ക് മെച്ചപ്പെട്ട സ്ഥാനം കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. റിയോയിൽ പോയവർ 2 മെഡലാണ് കൊണ്ടുവന്നത് എങ്കിലും നമ്മുടെ കായിക മന്ത്രി അത് എണ്ണി 3 ആക്കി കൊടുത്തു. നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ഇന്ത്യയിൽ തന്നെ വിജയം നേടിയിട്ടുള്ള കായിക താരങ്ങളെ PV സിന്ധു, അതുപോലെ മാലി സാക്ഷി, ദീപ കർക്കർ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്വീകരണം തന്നെ നമ്മുടെ കേരളത്തിൽ വെച്ച് നൽകുന്നതിന് വേണ്ടി ആലോചിച്ചു വരികയാണ്. സാക്ഷി മാലിക്, ദീപ കർമാർക്കർ എന്നിങ്ങനെ യഥാക്രമം തിരുത്തി കേൾക്കേണ്ടതാണ്. 2020 അടുത്ത ഒളിമ്പിക്സ്. 2024 ആകുമ്പോഴേക്കും നമ്മുടെ കേരളം ലോക കായിക രംഗത്ത് പ്രത്യേക സ്ഥാനം പിടിച്ചുപറ്റത്തക്ക നിലയിൽ കായിക പ്രതിഭകളെ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള കോച്ച്, ഇവിടെ നല്ല കോച്ചസ് ഉണ്ട്, അവരെയെല്ലാം കണ്ടെത്തി അവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കായിക രംഗം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കായിക പ്രതിഭകൾ ആദരിക്കുന്ന കായിക പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ ബഹുമാനപുരസരം ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം റമദാൻ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റമദാനും അതിൻ്റെ പെരുന്നാളും കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് EP-യുടെ ആശംസ വരുന്നത്. സാരമില്ല, ബക്രീദ് ആശംസ പിന്നാലെ വരുമായിരിക്കാം. എല്ലാ ജയരാജന്മാരും ഇങ്ങനെയല്ല കേട്ടോ. P. ജയരാജൻ എന്നൊരു ജയരാജനുണ്ട്. അദ്ദേഹത്തിന് ഓരോ മതവിശ്വാസികളുടെയും വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഓർമ്മയുണ്ട്. ഹിന്ദുമതവിശ്വാസികളെ മതഭ്രാന്തിലേക്ക് നയിക്കാൻ RSSകാർ ശ്രമിക്കുമ്പോൾ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത് പോലെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ആരെങ്കിലും മതഭ്രാന്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ എല്ലാ മതവിശ്വാസത്തെയും സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് CPIM എല്ലാ വിശ്വാസികൾക്കൊപ്പമുണ്ട്. എന്നാൽ വിശ്വാസികളെ മതഭ്രാന്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനത്തെയാണ് CPIM എതിർക്കുന്നത്. നബിദിന ഘോഷയാത്രയിൽ ആശാസ്യമല്ലാതെ നടന്നാൽ അതിനെ എതിർക്കാൻ CPIM തയ്യാറാണ്. നബിദിന ഘോഷയാത്ര അടക്കമുള്ള ചടങ്ങുകളുടെ പരിശോധനാ സർട്ടിഫിക്കറ്റ് എവിടെ ലഭിക്കും എന്ന കാര്യം കൂടി വെളിപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.